ഒരു സ്ത്രീക്ക് പിതാവിൽ നിന്ന് അനന്തരാവകാശമായി തൻ്റെ പേരിൽ എഴുതി കിട്ടിയ സ്ഥലത്തിന് കിട്ടി 1 വർഷം പൂർത്തിയാക്കിയാൽ പിന്നീട് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? കയ്യിൽ പണമോ മറ്റു വരുമാനമോ ഇല്ലാതെ ഭർത്താവിൻ്റെ ചിലവിൽ കഴിയുന്ന ഞാൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ആ സ്ഥലം വിറ്റ് കൊടുക്കണോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം. സക്കാത്തിൻ്റെ മുതലുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം മുതലിലാണുള്ളത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ ഭൂമിയുണ്ട് എങ്കിൽ ആ ഭൂമിക്ക് യഥാർത്ഥത്തിൽ സക്കാത്ത് ഇല്ല. ഭൂമിക്ക് സക്കാത്ത് വരുന്ന ഘട്ടം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു കച്ചവട വസ്തുവായി മാറുന്ന ഘട്ടത്തിൽ മാത്രമാണ്, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ഭൂമിക്ക് സക്കാത്തുള്ളത്. ഭൂമിയിൽ നിന്ന് വരുന്ന വരുമാനത്തിന് സക്കാത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് നാണയ വ്യവസ്ഥക്ക് മൊത്തം സക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാണയ വ്യവസ്ഥയുടെ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനം ഒരാളുടെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% ആൾ നൽകണം. അതായത് 595 ഗ്രാം വെള്ളിയുടെ മുകളിലുള്ള എത്ര ധനമുണ്ടെങ്കിലും നൽകണം. രണ്ടാമത്തത് സ്വർണത്തിൻ്റെ സക്കാത്ത് 10.5 പവൻ അഥവാ 85 ഗ്രാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 20 മിസ്കാൽ എന്നുള്ള നിലക്ക് 20 ദീനാർ എന്നുള്ള നിലക്കുള്ള ഹദീത്തുകൾ സ്ഥിരപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണം 1 വർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും അതിൻ്റെ മുകളിൽ എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ 2.5% കൊടുക്കണം. പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സക്കാത്തുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ കൃഷി ഉൽപ്പന്നങ്ങൾക്കാണ്. കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ആ വ്യത്യസ്ത രൂപങ്ങളിലുള്ളതിൽ ഒന്ന് അത് ഭക്ഷ്യയോഗ്യമാകുക, മുഖ്യാഹാരമാവുകയും രണ്ടാമത്തത് മറ്റു മെഷീനറീസോ മറ്റൊന്നും കൂടാതെ തന്നെ വെയിലത്ത് വെച്ചും മറ്റുമൊക്കെ സംഭരിച്ച് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭരണ യോഗ്യമുള്ളതാവുക. മൂന്നാമത്തത് അത് മക്കിയിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ, ഇപ്പോൾ തൂക്കമല്ല മറിച്ച് പാത്രത്തിലൊക്കെ അളന്നെടുക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഈ നെല്ല് മറ്റുമൊക്കെ ഈ പറ അതുപോലെ തന്നെ നാഴി പോലെയുള്ള ഇതിലാണല്ലോ അളന്നെടുക്കാറുള്ളത് പഴയ കാലത്തൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ അളന്നെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അതിന് ചിലവുള്ളതാണ് എങ്കിൽ, അഥവാ ഈ കൃഷിക്ക് ചിലവുള്ള രൂപത്തിലുള്ളതാണ്. മാത്രമല്ല അത് വിളവെടുക്കുന്ന സമയത്ത് 5 വസ്ക് എന്ന് പറയും. 5 വസ്ക് എന്ന് പറഞ്ഞാൽ 300 സ്വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലൊരു 6 കിൻഡലിൻ്റെ അടുത്ത് വരുന്നൊരു കണക്കാണത്. അപ്പോൾ അത് ഒറ്റ വിളവെടുപ്പിൽ തന്നെ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഒരേ കൃഷി തന്നെ ചിലപ്പോൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന കൃഷി ഉണ്ടാവും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിളവെടുപ്പ് നടക്കുക. അപ്പോൾ അങ്ങനെ വിളവെടുപ്പ് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും ഒറ്റവട്ടത്തിലാണെങ്കിലും ഈ ഒരു കൃഷിയിൽ നിന്ന് 6 കിൻഡലോളം ഏകദേശം വരുന്നുണ്ടെങ്കിൽ മറ്റു ചിലവുകളൊന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അതിൻ്റെ 10% കൊടുക്കണമെന്നാണ്. ചിലവുകളുണ്ട് എങ്കിൽ അതിന് അദ്ദേഹം 5% കൊടുത്താൽ മതി. പിന്നീട് മറ്റൊരു വിഭാഗമെന്ന് പറയുന്നത് ഈ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ഈ നമ്മുടെ നിധി പോലെയുള്ള സാധനങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി ലഭിച്ചു, അയാൾ ജീവിക്കുന്ന നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒന്നിരിക്കൽ സർക്കാരിനെ ഏൽപ്പിക്കേണ്ടി വരും. എന്തായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവശേഷിച്ച് കിട്ടിയ സാധനം അതിൻ്റെ 20% അദ്ദേഹം അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ഇവിടെ ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഒന്നും എന്തില്ല, ഭൂമി എന്നുള്ള നിലക്കൊരു ചർച്ച കാണുന്നില്ല. പിന്നെ ഉറൂദ് തിജാറ എന്ന് പറയും, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കച്ചവടം നടത്തുവാൻ വേണ്ടി വെക്കുന്ന എല്ലാ വസ്തുക്കൾക്കും, അതാണ് നമ്മൾ ഷോപ്പിലൊക്കെ വർഷാവസാനത്തിൽ സ്റ്റോക്ക് എടുക്കലും അതിൻ്റെ കണക്ക് നോക്കലും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ആ രൂപത്തിൽ എന്തെങ്കിലും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് വരുമാനമായിട്ടുണ്ട് എങ്കിൽ ആ വരുമാനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള വരുമാനം തൻ്റെ കൈവശം ഉണ്ടാവുകയും എന്നിട്ട് പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സക്കാത്തുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാമെന്നുള്ള നിലക്കുള്ള ഒരു ഭൂമിയൊക്കെയാണ് എങ്കിൽ അതിന് നിലവിൽ സക്കാത്തില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.